കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല, കേരള സംസ്ഥാനത്തിന്റെ കിരീടം എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. ബഹുഭാഷാ സംഗമഭൂമി, ചരിത്രസാക്ഷ്യങ്ങളായ കോട്ടക്കൊത്തളങ്ങൾ, മലനാടും ഇടനാടും തീരദേശവും ചേരുന്ന ഹരിതാഭയാർന്ന ഭൂപ്രകൃതി, ഈ ജില്ലയുടെ അതിർത്തി പ്രദേശമായ ഒരു ഗ്രാമം. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന മനോഹരമായ സ്ഥലം. ജാതിമത ഭാഷാ അതിർവരമ്പുകളില്ലാതെ ജനങ്ങൾ ഒരുമിച്ച് പാർക്കുന്ന മനോഹരമായ സ്ഥലം മഞ്ചേശ്വരം. സ്നേഹമുള്ളിടം സ്വർഗം, അവിടെ ദൈവം വസിക്കും. അത്തരത്തിലുള്ള ഒരു ഭവനത്തിലേക്കാണ് നമ്മുടെ ഈ യാത്ര. കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഭവനം, മഞ്ചേശ്വരത്തെ സ്നേഹാലയം. ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, മാനസിക രോഗത്താൽ കൂട്ടം തെറ്റിയവർ, കൂടെ നടന്നവരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയവർ, ഇങ്ങനെയുള്ളവരെ സ്നേഹത്താൽ ചേർത്തു നിർത്തുന്ന ഒരു ഭവനമാണ് സ്നേഹാലയ മാനസിക ആരോഗ്യ പുനരധിവാസ കേന്ദ്രം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ ജോസഫ് റാത്തപ്പള്ളിൽ, തലശ്ശേരി അതിരൂപതയിലെ ഹൊസങ്കടി ഇൻഫന്റ് ജീസസ് ദേവാലയത്തിലെ വികാരിയച്ഛനാണ്. ഞങ്ങളുടെ ഇടവകയുടെ അതിർത്തിക്കുള്ളിലാണ് സ്നേഹാലയം എന്ന ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനത്തെക്കുറിച്ച് നോക്കുമ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ, 15 വർഷം, അത് ഒത്തിരി ദീർഘമായ കാലമല്ല, ആ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി ഇത് മാറി എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിൻ്റെ വളർച്ച വളരെ വലുതാണ് താനും. പ്രത്യേകമായിട്ട് എനിക്ക് 2 കാര്യങ്ങളാണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഒന്ന്, ഈ സ്ഥാപനം വളരെ സിസ്റ്റമാറ്റിക് ആണ് എന്നുള്ളതാണ്. ദൈവാനുഗ്രഹവും ദൈവകൃപയും നമുക്കുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്കറിയാം, ഒരു സ്ഥാപനം ഒരു പ്രദേശത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ എല്ലാവിധ നിയമസംഹിതകൾക്കും കീഴിൽ അതിന് അടിസ്ഥാനമിട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾക്ക് വളരെ ഭംഗിയായി, ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ വളരെ ചിട്ടയായി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാകും. രണ്ടാമതായിട്ട് പറയാനായിട്ടുള്ളത് പ്രൊഫഷണലിസമാണ്. നമുക്കറിയാം, ഒരു ആതുര സ്ഥാപനം ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുന്നു എങ്കിൽ കൂടിയും പലപ്പോഴും പലയിടങ്ങളിലും അതിൻ്റെ ഒരു പ്രൊഫഷണലിസം കാണാറില്ല. അത് മിക്കവാറും ചിലപ്പോഴൊക്കെ ഒരു സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെയാണ് നമ്മളത് കൂടുതലായിട്ട് ചിലപ്പോഴൊക്കെ കാണാറുള്ളത്. പക്ഷേ ജോസഫ് ബ്രദറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനം അത് വളരെ പ്രൊഫഷണലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. കാരണം MSW ഒക്കെ പഠനം കഴിഞ്ഞിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ മറ്റ് വ്യക്തികൾ വളരെ ഭംഗിയായിട്ട് സഹകരിച്ചുകൊണ്ട് വളരെ പ്രൊഫഷണലായിട്ട്, അത് വിദ്യാഭ്യാസമുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ആ ബ്രദറിൻ്റെ നേതൃത്വത്തിൽ ഇവരെല്ലാവരും വളരെ പ്രൊഫഷണലായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവർ ചെയ്യുന്ന ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കും. അത് ദൈവത്തിൻ്റെ വലിയ പരിപാലനയാണ്, സംരക്ഷണയാണ്, ദൈവത്തിൻ്റെ കൃപയാണ് ഈ സ്ഥാപനം. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ, മംഗലാപുരത്തോട് ചേർന്ന് കേരളത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം കേരളത്തിൽ മാത്രമല്ല, മംഗലാപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇവർ സേവനം ചെയ്യുന്നുണ്ട്. ഭക്ഷണം കൊടുക്കുക, അതോടൊപ്പം മറ്റ് സേവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാൻ ഇവരെപ്പോഴും പരിശ്രമിക്കാറുമുണ്ട്. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ദൈവത്തിൻ്റെ കൃപകൾ ഈ സ്ഥാപനത്തിന് മേലും ഇതിൻ്റെ പ്രവർത്തകരുടെ മേലും ഉണ്ടാകുമാറാകട്ടെ. ഈ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കഴിയും വിധം ഈ സ്ഥാപനത്തെ പ്രോത്സാഹിപ്പിക്കാനും പ്രാർത്ഥനയിലൂടെയും സാമ്പത്തികമായി മറ്റു വിധേനയുമൊക്കെ സഹായിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുമല്ലോ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. I'm Jean Lavina Montero, President of Manjeshwar Gram Panchayat. It gives me immense pleasure to talk about Joseph Crasta and his wife Olivia Crasta. I'm knowing them since from many years. They are very good social service people. They are giving very good service to the needy. Here in our Panchayat, they have established such a big psycho-socio institution in our Panchayat. So they are providing service to the mentally retarded people and that the poor people, and like that they are giving the medical assistance to the other people, and that they are giving the housing facility to the needy, and that the medical assistance to the poor people also. So I'm very proud of them that such kind of institutions are in our Panchayat. Means it is a pride to each and every person of Manjeshwar Panchayat.
ജോസഫ് ക്രിസ്ത ഇന്നീ കാണുന്ന ഭവനത്തിൻ്റെ അമരക്കാരൻ. മാനസിക രോഗത്താൽ ഉറ്റവരാലും ഉടയവരാലും മാറ്റി നിർത്തപ്പെട്ടവരുടെ പിതാവ്. ആയിരത്തി 1994 മുതൽ 2006 വരെ ഞാൻ മംഗലാപുരത്ത് നിന്ന് ബോംബെ പോകുന്ന, അതേപോലെ മംഗലാപുരത്ത് നിന്ന് ബാംഗ്ലൂർ പോകുന്ന, ഗുരുവായൂരിൽ നിന്ന് കൊല്ലൂർ പോകുന്നൊക്കെ ബസ്സിൽ നൈറ്റ് ഡ്രൈവറായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 1997 ഒരു വലിയ ആക്സിഡൻ്റായി. മംഗലാപുരത്ത് നിന്ന് ബോംബെ പോകുന്ന ബസ്സിൻ്റെ ആക്സിഡൻ്റായി. ഞാൻ ഒരു 4.5 മണിക്കൂർ ബസ്സിൻ്റെ ഉള്ളിൽ ജാമായി. ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ ഒരു 6-7 മാസം കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതിനുശേഷം സുഖമായി വീണ്ടും ഞാൻ ബസ് ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയ്ക്കാണ് ഒരു ഡിവൈൻ ധ്യാനമന്ദിരം പോട്ടയിൽ ഒരു ധ്യാനം കൂടാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കി തന്നതാണ്. ഞാൻ കന്നഡ പഠിച്ചതാണെങ്കിലും മലയാളം അറിയാവുന്നതുകൊണ്ട് ഞാൻ മലയാള ധ്യാനമാണ് കൂടിയത്. അപ്പോൾ അവിടെ കിട്ടിയ ഒരാഴ്ചയുടെ നല്ല ഒരു ദൈവാനുഭവവും അതേപോലെ കൗൺസിലിങ്ങിൽ കിട്ടിയ ഒരു നല്ല അനുഭവം എന്ന് പറയാം. എനിക്ക് കൗൺസിലിങ്ങിൽ കിട്ടിയത് PV ആൻ്റണി ബ്രദറാണ്. പുള്ളി എൻ്റെ മുമ്പിലിരുന്ന് പരിശുദ്ധാത്മായുടെ കൃപ കൊണ്ട് എൻ്റെ ഫുള്ള് ഹിസ്റ്ററി, ഞാൻ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ വിളിച്ച് പറയുമ്പോൾ അന്ന് ഞാൻ ദൈവത്തിന് ആദ്യമായിട്ട് ഭയപ്പെട്ടു. അതോടെ എനിക്കൊന്നും പറയാൻ ഒന്നുമില്ല. പുള്ളി കുറച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു, ജോസഫേ, ദൈവം ഇതൊക്കെ വെളിപ്പെടുത്തുന്നതാണ് നിൻ്റെ നന്മയ്ക്കായി, നീ ബസ്സിൽ പോകരുത്, നാട്ടിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. എൻ്റെ മുമ്പിലിരുന്ന ഒരാൾ എന്നെക്കുറിച്ച് മൊത്തം സമാരിയ സ്ത്രീയോട് പറഞ്ഞ പോലെ എന്നോട് മൊത്തം ഇങ്ങോട്ട് പറയുമ്പോൾ എനിക്കൊരു വാക്കില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ദൈവത്തിൻ്റെ പദ്ധതി ആയിരിക്കും. കുറച്ച് നേരം മൗനമായിട്ടിരുന്ന് ബ്രദറിനോട് ചോദിച്ചു, ബ്രദറെ ഓട്ടോറിക്ഷ എടുത്താൽ കൊള്ളാവോ എന്ന് ചോദിച്ചു. വേറൊരു പണി അറിയില്ല, ഡ്രൈവിംഗ് വിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, പ്രാർത്ഥിച്ച് പറഞ്ഞു, ദൈവം ഇടപെടും എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഒരു ഓട്ടോറിക്ഷ വാങ്ങി എൻ്റെ ഡെയിലി ബ്രെഡിന് വേണ്ടി. അപ്പോൾ ഓട്ടോറിക്ഷ ആയിരുന്നു. മംഗലാപുരം ഭാഗത്തായിരുന്നു എൻ്റെ ഓട്ടോ സ്റ്റാൻഡ്. മംഗലാപുരം മിലാഗ്രിസ് ക്രോസ് റോഡിൽ എൻ്റെ ഓട്ടോ പാർക്കായിരുന്നു. ഈ ഓട്ടോയിലിരിക്കുമ്പോൾ ഞാനൊന്നും ഇറങ്ങാത്ത ഒരു നല്ല കിട്ടിയ ദൈവാനുഭവത്തിൽ ഇരുന്ന് ചെറിയൊരു ബൈബിള്, ഒരു പുതിയ നിയമം എടുത്ത് എപ്പോഴും എൻ്റെ പാർക്കിങ്ങിൽ ഫ്രീ ഉള്ള ടൈമിൽ ഞാൻ വായിക്കുമായിരുന്നു. അപ്പോൾ കിട്ടിയ ഒരു വചനമാണ് ദൈവം എന്നെ ഇതുവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായമാണ്. അതിങ്ങനെയുണ്ട്, എങ്ങനെ നിൻ്റെ ശരീരത്തിന് ശ്വാസമില്ലെങ്കിൽ ജീവനില്ലയോ, അതേപോലെ നിൻ്റെ വിശ്വാസത്തിന് സൽപ്രവർത്തികളില്ലെങ്കിൽ ജീവനില്ല, അത് മരിച്ച പോലെയെന്ന്. ഇത് എന്നെ വല്ലാണ്ട് വയ്യായ്മയാക്കി. അന്നു മുതൽ ജോസഫിൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഒരു ഉപകരണമാക്കി തന്നെ മാറ്റണമേ എന്നുള്ളതായിരുന്നു. സത്പ്രവൃത്തി കൊണ്ട് ദൈവത്തെ ശുശ്രൂഷിക്കാനുള്ള തൻ്റെ അന്വേഷണം കൊണ്ടുചെന്നെത്തിച്ചത് മംഗലാപുരത്തെ ഒരു മത്സ്യ മാർക്കറ്റിലായിരുന്നു. 15 വർഷങ്ങൾക്ക് മുൻപ് ജോസഫ് കണ്ടുമുട്ടിയ വേദനാജനകമായ ആ കാഴ്ചയാണ് ജോസഫിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. തന്റെ ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷ യാത്രക്കിടെ മത്സ്യമാർക്കറ്റിലെ ഓവുചാലിൽ ദുർഗന്ധം വമിക്കുന്ന വെള്ളം കുടിക്കുന്ന മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീ. ആ കാഴ്ച ജോസഫിന്റെ ജീവിതത്തെ പിടിച്ചുകുലുക്കി. തന്റെ പോക്കറ്റിൽ ഉച്ചഭക്ഷണത്തിനായി കരുതിവെച്ച തുച്ഛമായ പണം ഉപയോഗിച്ച് അടുത്ത ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി ആ സഹോദരിക്ക് നൽകിയ ശേഷമാണ് ജോസഫ് അന്ന് മടങ്ങിപ്പോയത്. സഹോദരന്റെ കണ്ണിൽ ഈശോയെ കണ്ട നിമിഷം, അന്നു മുതൽ ജോസഫിന്റെ കണ്ണുകൾ തേടുന്നത് ആരാരുമില്ലാതെ തെരുവിലലയുന്ന മക്കളെയായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടാൻ പോലും അറിയാതെ കുപ്പത്തൊട്ടിയിൽ നിന്നും ഭക്ഷിക്കുന്ന മാനസിക രോഗികളെ ആയിരുന്നു. അന്ന് തൊട്ട് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്ത വന്നു, എത്രയോ പേര് ഞാൻ ഓട്ടോ ഓടിക്കുമ്പോൾ മാനസികമായി തളർന്ന സഹോദര സഹോദരിമാർ കിട്ടുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു കുടുംബാംഗങ്ങളാണ്. ഇവർക്ക് എന്തെങ്കിലും ചെയ്യണം, ഇവർക്ക് വേണ്ടി ഒരു നേരം ഭക്ഷണമെങ്കിലും കൊടുക്കണമെന്ന് അങ്ങനെ വിചാരിച്ച് അന്ന് തൊട്ട് ഉച്ചഭക്ഷണം ഞാൻ ഉപേക്ഷിച്ച് 100 രൂപക്ക് കിട്ടുന്ന ഒരു 7-8 പൊതികൾ ആ സമയത്ത് കിട്ടുമായിരുന്നു. അങ്ങനെ ആ പൊതികളായി 12 മണിക്ക് പൊതി എടുത്ത് വണ്ടിയിൽ വെച്ചു ഈശോയോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈശോയെ, അങ്ങേക്കാണല്ലോ അറിയാം ആർക്ക് വിശന്നിട്ടുണ്ട്,
ആരൊക്കെ ഡസ്റ്റ്ബിന്നിൽ ഇത് കഴിക്കുന്നുണ്ടോ അവിടെ എന്നെ കൊണ്ട് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് 12 തൊട്ട് 2 മണി വരെ ഈ മംഗലാപുരം ടൗണ് മൊത്തം ഞാൻ ഓട്ടോ ഓടുമ്പോൾ എവിടെയൊക്കെ ഡസ്റ്റ്ബിന്നിൽ കഴിക്കുന്ന മാനസികമായി തളർന്ന സഹോദരങ്ങൾ കിട്ടുമോ അവർക്ക് ഈ പുതിയായിട്ട് ഈശോ നാമത്തിൽ കൊടുക്കുമായിരുന്നു. ഇങ്ങനെ ഒരു ദിവസം 2 ദിവസം ഒരാഴ്ച ഒരു മാസം പോകുമ്പോൾ എൻ്റെ കൂടെയുള്ളവർ എൻ്റെ സഹപ്രവർത്തകർ ഇവരൊക്കെ എനിക്ക് 5 പൊതി 10 പൊതി ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു 45-50 ഭക്ഷണം വരെ കൊടുക്കുന്ന ഈ ഭക്ഷണം പൊതിയായിട്ട് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റായി ദൈവം എന്നെ ഉപയോഗിക്കുകയായിരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ പോയി മാസങ്ങൾ പോയി 5-6 മാസം കഴിയുമ്പോൾ അപ്പോൾ 2007 മംഗലാപുരം സൗത്ത് കന്നഡ ഭാഗത്തൊക്കെ ചിക്കുൻ ഗുന്യ ബാധിച്ച് ഒരുപാട് കൂലിപ്പണിക്ക് വന്നവരൊക്കെ ഈ നോർത്ത് കർണാടകയിൽ നിന്ന് വന്നവരൊക്കെ ഈ മംഗലാപുരം നെഹ്റു മൈതാൻ എന്ന് പറയുന്ന ഒരു മൈതാൻ്റെ ചുറ്റുപാട് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുകയില്ല, അവർക്ക് പിച്ച വാങ്ങാൻ അറിയില്ല, ഭക്ഷണത്തിന് പൈസയില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാൻ അറ്റൻഡറില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് എടുക്കുമ്പോഴാണ് ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ കുടുംബമൊക്കെ ഉണ്ട് നാട്ടിൽ, പക്ഷേ ഇവരെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ച് ഒരാളെ ഞാൻ വെൻഡ്ലോക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ മംഗലാപുരത്ത് അവരെ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ 35-40 പേർക്ക് ഒരാഴ്ചയിൽ ഞാൻ ഒരു അറ്റൻഡറായി നിന്ന് ഇവരെ എൻ്റെ പാർട്ട് ടൈമിലൊക്കെ പോയിട്ട് അവരെ കാണുകയും ഡോക്ടറുമായിട്ട് സംസാരിക്കുകയും ഒരു 15 ദിവസമൊക്കെ അവർ സുഖപ്പെടുകയും അവരെ നാട്ടിലേക്ക് ബസ് കയറ്റി വിടുകയും ആരില്ലാത്ത അനാഥരായോ തെരുവിൽ ലാസ്റ്റ് സ്റ്റേജിലുള്ളവരെ മദർ തെരേസ ഹോമും വൈറ്റ് ഹൗസും പറഞ്ഞൊരു സ്ഥാപനമുണ്ട് മംഗലാപുരത്ത്, അതേപോലെ കാഞ്ഞങ്ങാട് സ്നേഹാലയം, അത് വേറെ വേറെ സ്ഥാപനങ്ങൾക്ക് ഇവരെ കൊണ്ടുപോയി പറപ്പിക്കേണ്ട ഒരു സേവനം കൂടി എനിക്ക് ദൈവം കൊടുത്തു. ഇങ്ങനെ ഒരു 2 വർഷം 3-ാമത്തെ വർഷം വരുമ്പോഴാണ് ആശ്രമങ്ങളൊക്കെ ഫുള്ളായി, എവിടെ എടുക്കാനുള്ള സ്ഥലമില്ല, ഇടമില്ല. ആ സമയത്തിലാണ് ദൈവത്തിനോട് പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, ഈശോയെ എനിക്കൊന്ന് അറ്റ്ലീസ്റ്റ് ഇവരെ ഒന്ന് കുളിപ്പിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരു വാടക വീട് എനിക്കൊന്ന് ഒരുക്കി തരണമെന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഞാൻ കുമ്പള സീതങ്കോളി സ്വദേശിയാണ്. അപ്പോൾ അവിടെ എൻ്റെ പപ്പയുടെ ഒരു ഫാമിലി പ്രോപ്പർട്ടിയിൽ എനിക്കൊരു 14 ലക്ഷം രൂപ എൻ്റെ ഇതൊരു ഷെയറായിട്ട് വന്നു. ആ ഷെയറായിട്ട് വന്നതിൽ ഈശോനെ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളെ കർണാടക കേരള ബോർഡർ തലപ്പാടി എന്ന് പറയും, ഈ തലപ്പാടി അതിർത്തിയിൽ പക്ക അതിർത്തിയാണ്. അതിർത്തിയിൽ 21 സെൻറ്റ് സ്ഥലവും ഒരു 3 ബെഡ്റൂമിൻ്റെ പഴയ വീടും ഈശോ എനിക്ക് തന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. വീട് വാങ്ങിയായി, രജിസ്ട്രേഷനായി. 5-ാമത്തെ ദിവസമാണ് നമ്മുടെ മദർ തെരേസയുടെ ജന്മദിനം. അപ്പോൾ അന്ന് ഞാൻ ഈ തെരുവിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ഞാൻ വിചാരിച്ചു, ഈശോയെ ഇന്ന് നമുക്കൊക്കെ സേവനം പഠിപ്പിച്ച അമ്മയുടെ ജന്മദിനമല്ലേ, ഇന്ന് ഈ വീടൊന്ന് തുടങ്ങാമോ എന്നിങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോഴാണ് 2 പേര് എനിക്ക് കിട്ടുന്നത്. അവരന്ന് കൊണ്ടുവന്ന് ഈ കൊച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നു, അവരെ കുളിപ്പിച്ചു, മുടിയെടുത്ത് താടിയെടുത്ത് കുളിപ്പിച്ചു, പിന്നെ അവരെ പാദം സ്പർശിച്ചു. അന്നാണ് ഈശോന് സമർപ്പിച്ചു കൊടുത്ത് സ്നേഹാലയം എന്ന കൊച്ചു വീട് അന്നാണ് തുടക്കം കുറിച്ചത്. ആദ്യം ഇത് സ്നേഹാലയം തുടങ്ങുമ്പോൾ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് പേടിയായി. ഞാൻ കുറേ പേർ റോട്ടിൽ ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, മാനസിക രോഗികൾ. അത് എൻ്റെ വീട്ടിൽ ഇത് കൊണ്ടുവരുമ്പോൾ ഞാൻ പേടിച്ചു പോയി. ഇതെന്താ, ഇത് നമുക്ക് എന്തിനാ ഇതെല്ലാം ഒരു പ്രശ്നം, ഇത് പിന്നെ അവർ ഇങ്ങനത്തെ എല്ലാം കുറേ ഇത് പറയുമ്പോൾ ഞാൻ പറയാം, ഇതെല്ലാം സിസ്റ്റർ പിന്നെ അച്ഛന്മാർ ചെയ്യുന്ന പണിയാണ്, നമ്മ അല്ല, നമുക്ക് ഇതെല്ലാം വേണ്ട, നമുക്കൊരു ഫാമിലി ഉണ്ടല്ലേ. ഞാൻ ഇപ്പോൾ ജോലിക്ക് തുടങ്ങിയത് അത്രേ ഉള്ളൂ, 2 ചെറിയ കുട്ടികളുണ്ട്, അവർക്ക് നമുക്ക് നല്ല ഒരു ഭാവി കൊടുക്കണം. അതെല്ലാം വിട്ടിട്ട് ഇങ്ങനെ ചെയ്തെങ്കിൽ കുട്ടികളെ ഫ്യൂച്ചർ എന്താവും, ഇങ്ങനെയുള്ള ഭയങ്കര പേടിച്ചു പോയി. ഇങ്ങനെയെല്ലാം ആയെങ്കിൽ നാളെ നമ്മ ഫ്യൂച്ചർ പിന്നെ ഫാമിലി ലൈഫെല്ലാം ഇവിടെ കട്ട് ചെയ്യാനുള്ള സാധ്യത. അങ്ങനെ ഞാൻ അവർ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ട ഇങ്ങനത്തെ ഞാൻ ഇങ്ങനെ ഒന്നും ആശിച്ച് വന്നതല്ല. അതിന് മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കുറേ എല്ലാ വിഷമം ഞാൻ സഹിച്ചു. ഭയങ്കര എനിക്ക് ആരുടെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല, ഫാമിലിക്കാർ എന്നടുത്ത് ദൂരെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തിൽ ഇവർ ഇങ്ങനെ ചെയ്തത് എന്നെ ഒരു മാനസിക രോഗിയെ പോലെ ചെയ്ത പോലെയായി. ഞാൻ കുറച്ച് നാൾ ഡിപ്രഷനെല്ലാം പോയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോകണോ പിന്നെ ഈടെ വരണോ 2 രജിസ്റ്റർ ചെയ്യുമ്പോഴും ഭയങ്കര വിഷമം.
പിന്നെ ഇങ്ങനെ കുറച്ച് നാൾ പോകുമ്പോൾ ഓരോരോ ഇങ്ങനെ ചേഞ്ചസ് ആവുമ്പോൾ എനിക്ക് ഒരു സമാധാനം കിടാൻ തുടങ്ങി. ഇങ്ങനെയുള്ള കുറേ വിഷമം വരുമ്പോൾ ഞാൻ എപ്പോഴും മദർ മേരിയോട് പ്രാർത്ഥിക്കും, എനിക്ക് സഹായം ചെയ്യണോ, എൻ്റെ വിഷമെല്ലാം മാറ്റി വെക്കണോ. ഞാൻ ഇല്ലെങ്കിൽ ഇങ്ങനെയായെങ്കിൽ ഞാൻ ഡിപ്രഷൻ പോവും, എൻ്റെ ഫാമിലി ലൈഫ് ഇല്ലാത്താവും. അങ്ങനെ മദർ മേരി അങ്ങനെ കുറേ സഹായിച്ചു. പിന്നെ ഞാൻ ഒരു സ്റ്റേബിൾ പേഴ്സണായി എൻ്റെ ഹസ്ബൻഡിനെ ഫുൾ സപ്പോർട്ട് ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി. അങ്ങനെ ഈ സ്ഥാപനം തുടങ്ങിയ പിന്നെ 4.5 വർഷം കാലം ഈ കുഞ്ചത്തൂർ തുമ്പിനാടിൽ ഈ സ്ഥാപനം തുടങ്ങിയ പിന്നെ ഇവിടെ ഒരു 10-70ഓളം ആൾക്കാരായി. പക്ഷേ ഈ 4.5 വർഷത്ത് അയലോക്കത്തൊക്കെ നല്ല നല്ല വീടുകൾ വരാൻ തുടങ്ങി. അതോടെ സ്നേഹാലയത്തിന് ഇവിടെ ഉണ്ട് അന്തേവാസികൾക്ക് അവരൊരു ശല്യമായി മാറാൻ തുടങ്ങി. അതോടെ അയലോക്കക്കാരെല്ലാം ഇതിനെ കുറച്ച് എതിർക്കാൻ തുടങ്ങി. അതിനുശേഷം അവർ പഞ്ചായത്ത് സമരങ്ങളോ പിന്നെ പത്ര മുഖേന നമ്മളെ പറ്റി എഴുതാനൊക്കെ തുടങ്ങി. പക്ഷേ എനിക്ക് അവിടെ നിന്ന് മാറാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവർ പറയുമായിരുന്നു റെസിഡൻഷ്യൽ ഏരിയ ആണ്. തീർച്ചയായിട്ടും അത് അവർ പറയുന്നത് ശരിയായിരുന്നു. പക്ഷേ എന്നോട് പൈസ ഇല്ലാത്ത കാരണം മാറാൻ പറ്റുകയില്ല. അവസാനം അവർ എൻ്റെ മുകളിൽ കോടതിയിൽ ഒരു 13 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അത് ഇങ്ങനെയായിരുന്നു, മർദ്ദിക്കുന്നുണ്ട്, ശവം വെക്കുന്നുണ്ട്, പിന്നെ കിഡ്നി എടുക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് വേറെ വേറെ കാരണങ്ങൾ പറഞ്ഞ് ഒരു 13 ക്രിമിനൽ കേസസ് രജിസ്റ്റർ ചെയ്തു. ഇത് ഒരു വിഷമത്തിലും കുറച്ച് പുറത്ത് വന്ന് കുറച്ച് സമാധാനം കിട്ടിയപ്പോൾ പിന്നെ ഇത് ഒരു വലിയ വിഷമം. എന്താ ചെയ്യുന്നത് എനിക്ക് ഒന്നും അറിയില്ല. കുറച്ച് നാൾ എൻ്റെ ഹസ്ബൻഡ് കാണാതായി. അവരുടെ ഒരു ഫോൺ ചെയ്യാറില്ല, എവിടെ പോയിന്ന് എനിക്കറിയില്ല. ഞാൻ പേടിച്ച് പോയി. ഒരു സൈഡിൽ ഇവിടെ കുറേ പേഷ്യൻ്റ് ഇൻമേറ്റ്സ് ഉണ്ട്, 70 മോർ ദാൻ 70. എനിക്ക് സ്കൂളിൽ പോകണോ, 2 കുട്ടികളുണ്ട്. എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ എത്ര പേടിച്ചു. ഞാൻ ആ ടൈമിൽ ഒരു മാനസികർക്ക് പോയ പോലെ ആയി. എങ്ങനെ ഇത് ഫേസ് ചെയ്യുന്നത് എനിക്ക് ഒന്നും അറിയില്ല. അപ്പോഴും ഞാൻ എൻ്റെ ഒരേ പ്രാർത്ഥന, എൻ്റെ ഫാമിലിക്കാരും ആരും എനിക്ക് ആ ടൈമിൽ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഞാൻ അവരോട് സപ്പോർട്ട് ചോദിച്ചു. ആണെങ്കിൽ അവർ മുമ്പേ പറഞ്ഞിട്ട് എനിക്ക് എന്തിനാ വേണ്ടാത്തല്ല ഇങ്ങനെ പണി. ഇപ്പോൾ അല്ല ഒരു ആക്സിഡൻ്റ് ആയി കുറച്ച് റിക്കവറായത്, ഇത് വേണമായിരുന്നു. അവരുടെ ആരുടെയെങ്കിലും സപ്പോർട്ട് കിട്ടിയിട്ടില്ല. ആണെങ്കിൽ ആ ടൈമിൽ എൻ്റെ വിൽ പവർ പിന്നെ എൻ്റെ ഒരു പ്രെയർ അതുമാത്രം എന്നെ കാത്തു നിന്നു. കുറച്ച് ഇങ്ങനെ ഞാൻ പോകുമ്പോൾ പിന്നെ കുറച്ച് നല്ല ആൾക്കാരെങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു. അവർ ആ കേസിൽ നിന്ന് പുറത്ത് വന്നു. അവർക്ക് ആരിങ്ങനെ കേസിട്ടു അവർക്കൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഒന്നും ചെയ്തിട്ടേ ഇല്ല. പക്ഷേ ദൈവകൃപയാൽ ഒരു അച്ഛൻ ഇടപെട്ട്, നമ്മളൊരു ആൻഡ്രൂ അച്ഛന് എൻ്റെ സ്പിരിച്വൽ ഡയറക്ടറായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവരൊക്കെ വിളിച്ച് എല്ലാവരും ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ഒരു കോംപ്രമൈസിനായി അവർ ശ്രമിച്ചപ്പോഴാണ് അവർ പറഞ്ഞു ഒരു 6 മാസം ടൈം തരാം മാറാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമുക്ക് റെസിഡൻഷ്യൽ ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ദൈവത്തിനോട് ഇങ്ങനെ വെച്ചു, 6 മാസത്തിൽ ദൈവമേ അങ്ങനെ എന്തെങ്കിലും ഒരു അത്ഭുതം കാട്ടിക്കണമെന്ന് പറഞ്ഞ് അവരെ മുമ്പിൽ അന്ന് വെള്ള പേപ്പറിൽ മൊത്തം എഴുതി 6 മാസത്തിൽ ഞാൻ ഇവിടുന്ന് ഷിഫ്റ്റ് ആക്കാമെന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റിൽ ഞാൻ ഒപ്പിട്ടു. പുറത്ത് വന്ന് അന്ന് അച്ഛന് ആഗസ്റ്റ് മാസമായിരുന്നു, നല്ല മഴയായിരുന്നു, രാത്രി 12 മണി. അച്ഛന് വന്ന് എന്നോട് പറഞ്ഞു, ജോസഫേ, ഇത് ദൈവം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോവും, ഇത് ഇവിടെ നിർത്തണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് കൊടുത്തിട്ടാണ് അന്ന് എന്നെ വിട്ടത് അച്ഛന് രാത്രി. അത് തൊട്ടും എൻ്റെ മനസ്സിൽ അന്ന് തൊട്ട് ഭയങ്കര എപ്പോഴാണ് 6 മാസം ടൈം ഇരിക്കുന്നത്, ഈ മക്കളെ എവിടെയാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്യേണ്ടത്, ഒന്നും അറിയാത്ത ഒരു ബ്ലൈൻഡാണ്. പിറ്റേ ദിവസം രാവിലെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി. ഒരുപാട് ആൾക്കാർ സ്ഥലം കാട്ടിക്കൊണ്ടായിരുന്നു, ബ്രോക്കർമാർ, എക്സ്ചേഞ്ച് അങ്ങനെ. പക്ഷെ എന്നോടൊന്നും പൈസ ഇല്ലായിരുന്നു. അന്നേരമാണ് ഞാൻ ഇപ്പോൾ ഉള്ള ഈ സ്ഥാപനത്തിൻ്റെ ഇവിടെ ഈ സ്ഥലത്തേക്ക് വന്നത്. ഒരാൾ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ആരും ഒരു മനുഷ്യവാസം ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇവിടെ കറണ്ട് പോയില്ല, ഒരു ശരിക്കും റോഡില്ല, വെറും ഒരു കാടുപന്നി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലം കാട്ടിച്ച ശേഷം പുള്ളി പോയി. ഇത് കുറവിനായിരുന്നു സ്ഥലം, വളരെ കുറവിൻ്റെ റേറ്റിനുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ഉള്ളിലായിരുന്നു, ഒരു 4 കിലോമീറ്റർ ഹൈവേന്ന് ഉള്ളിലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഒറ്റക്ക് തിരിച്ചു വന്നു. എൻ്റെ വണ്ടി ഇവിടെ നിർത്തി ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഉള്ളോട്ട് കയറി മുട്ടുകുത്തി. അന്ന് ഞാൻ കൈ പൊക്കി കരഞ്ഞുകൊണ്ടാണ് അന്ന് ഞാൻ ദൈവത്തിന് വിളിച്ചത്. ഞാൻ പറഞ്ഞു, അബ്രഹാം പിതാവിനെ യോർദാൻ നദി പുഴത്തീരത്ത് എത്ര നടക്കുന്നുണ്ടോ അത്ര നിനക്കാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ദൈവമേ, എന്നെ എല്ലാം അറിയാം, ഉള്ളറിയുന്ന ദൈവമാണ്. എനിക്ക് ഈ 2 ഏക്കർ സ്ഥലം എനിക്ക് കൊടുക്കണം. എങ്ങനെ കൊടുക്കുന്നത് എനിക്കറിയില്ല. ഇടീ ലോകവും ആകാശവും ഭൂമിയും അങ്ങടെയാണ്. പക്ഷെ എനിക്കിത് വേണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് അന്ന് രാത്രി ആ ഓണറിനെ പോയിട്ട് കണ്ടു.
പുള്ളിക്കാണെങ്കിൽ ഈ സ്ഥലം വിൽപ്പന ആവുന്നില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ എല്ലാ കണ്ടീഷനും പുള്ളി സമ്മതിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 50 സെൻറ്റ് ആദ്യം രജിസ്ട്രേഷൻ ആക്കി തരണം, അതിന് പോലും പൈസ ഇല്ല, ഞാൻ 1 മാസം എനിക്ക് അവധി ടൈം വേണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി സമ്മതിച്ചു. പിറ്റേ ദിവസം രാവിലെ പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോൾ ഒരു 2 പേര് എനിക്ക് നല്ല ഒരു എമൗണ്ട് കടമായിട്ട് തന്നു. പുള്ളി ഒരു ഹോട്ടലിൻ്റെ മുതലാളിയാണ്, പുള്ളി ഒരു 2 ലക്ഷം കടം തന്നു. അതേപോലെ നമ്മളെ ഒരു സേവന മേഖലയിലുള്ള ഒരു സഹോദരി, പുള്ളിക്കാരത്തിയുടെ വീട് വിറ്റ പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ കാര്യം സാധിക്കട്ടെ ബ്രദറെ എന്ന് പറഞ്ഞിട്ടൊരു 12.5 ലക്ഷം റുപ്യ പുള്ളിക്കാരത്തി കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഈ സ്ഥലം വാങ്ങി, 50 സെൻറ്റ് സ്ഥലവും വാങ്ങി, ബാക്കിയുള്ള പൈസ അതിന് അഗ്രിമെൻ്റായിട്ട് 1.5 ഏക്കർക്ക് അഗ്രിമെൻറ്റ് ചെയ്തു. അങ്ങനെ ഈ സ്ഥലം ദൈവത്തിന് വലിയൊരു കൃപയാൽ ഇതെടുക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ പണി തുടങ്ങുന്നൊന്നും അറിയില്ല. ഒരു ദിവസം ഞാൻ എൻ്റെ പഴയ സ്ഥാപനത്തിൽ വൈകുന്നേരം വളരെ വിഷമത്തോടെ ഇരുന്നപ്പോഴാണ് ഒരു സഹോദരന് ഒരു വായക്കൊലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള സഹോദരനാണ്. അപ്പോൾ പുള്ളിയോട് ചോദിച്ചു എവിടുന്നാണ് വരുന്നത്? പുള്ളി പറഞ്ഞ മഞ്ചേശ്വരത്തുനിന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ അഫ്ഗാനിസ്ഥാനൊക്കെ ഉണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ. ഇപ്പോൾ എനിക്ക് കല്യാണം ഞാൻ കല്യാണം നോക്കിയാലും കല്യാണത്തിന് പെണ്ണ് വന്ന് അടുത്തടുത്ത് എത്തുമ്പോൾ എൻ്റെ കല്യാണം മുടങ്ങുകയാണ്. അപ്പോൾ ആരോ പറഞ്ഞു സ്നേഹാലയത്തിൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അത് ശരിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വിശ്വാസം ദൈവം അങ്ങനെ ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പുള്ളി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഞാനൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്, നിനക്ക് കൺസ്ട്രക്ഷൻ അറിയാമല്ലോ, അപ്പോൾ എനിക്കൊരു ബിൽഡിംഗ് ആവണം, പെട്ടെന്ന് ഒരു 6 മാസത്തെ അവധിയേ ഉള്ളൂ, അപ്പോൾ ഒന്ന് നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് ഒരു സ്കെച്ചൊക്കെ ഞങ്ങൾ വരച്ച് എന്തെങ്കിലും ഒരു 4000 സ്ക്വയർ ഫീറ്റ് വരെ ഇവരൊന്ന് തങ്ങാൻ വേണ്ടി 10-70 വരെ. അപ്പോൾ പുള്ളിയോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു ഞാനത് എടുത്തോളാം ബ്രദർ. അപ്പോൾ ഞാൻ പറഞ്ഞു കോൺട്രാക്ട് കൊടുക്കാൻ പൈസ ഇല്ല, കൂലി ഞാൻ അവിടെ വാങ്ങിത്തരാം, കുഴപ്പമില്ല, ഞാനത് എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വന്നു. നമ്മളെല്ലാം നോക്കി, നമ്മളൊരു ചെറിയ സ്കെച്ച് ഞങ്ങളെ 2 പേരുണ്ടാക്കി. അന്ന് ഫൗണ്ടേഷൻ സ്റ്റോർ ഇടുന്ന ആ ചടങ്ങിലാണ് ഞാൻ എന്തോ ദൈവം തന്ന ഈ വലിയ കൃപയ്ക്ക് എന്തെങ്കിലും ഒന്ന് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെരുപ്പുകളെടുത്ത് ആ ഫൗണ്ടേഷൻ്റെ ഉള്ളിലിട്ട് അന്ന് തൊട്ട് ഇതുവരെ ഞാൻ ഈ 10 വർഷമായി ഈ ഇവിടെ സ്ഥലത്തിനൊന്നും ഒരു ചെരുപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഫൗണ്ടേഷന് ആകുമ്പോൾ ഫൗണ്ടേഷൻ്റെ പണിയാവണമെങ്കിൽ ഈ പറഞ്ഞ സഹോദരൻ്റെ കല്യാണം ഉറപ്പിച്ചു. കല്യാണമായി, ഇപ്പോൾ 3 കുട്ടികളായിട്ടുണ്ട് പുള്ളിക്ക്. പക്ഷെ ആ പുള്ളിയാണ് അതിനു മുമ്പ് പിന്നെ എല്ലാം എങ്ങനെ ദൈവം ഇവിടെ പ്രവർത്തിച്ചെന്ന് അറിയില്ല. 6 മാസത്തിൻ്റെ ഉള്ളിൽ കറക്റ്റ് 6 മാസത്തിൽ 4000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു നല്ല ഭവനം പണിത് അന്ന് ആരൊക്കെ നമുക്ക് ഈ എതിരായി കേസിട്ടോ അവരെല്ലാം ഈ ഉദ്ഘാടന ചടങ്ങിൽ വന്നിട്ട് എല്ലാവരും നമുക്ക് ബ്ലെസ്സിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സ്നേഹാലയം തുമ്മിനാടുന്ന് ഈ പാവൂർ ബാച്ചളിക്ക മഞ്ചേശ്വരത്തേക്ക് വന്നെത്തിയത്. (2009) വിശുദ്ധ മദർ തെരേസയുടെ മധ്യസ്ഥതയിൽ ആരംഭം കുറിച്ച സ്നേഹാലയം എന്ന ഈ സ്ഥാപനം ഇപ്പോൾ 15 വർഷം പിന്നിടുമ്പോൾ വളർച്ചയുടെ ഒരു സുപ്രധാനമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തിലെ ആരംഭം തൊട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഈ സ്നേഹാലയ കോമ്പൗണ്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണങ്ങളുടെ രൂപകൽപ്പനയും സാങ്കേതിക സഹായം ചെയ്യുന്ന ഒരു എഞ്ചിനീയർ നിലയിലും എനിക്കേറെ അഭിമാനത്തോടെ, സന്തോഷത്തോടെ, ആത്മാർത്ഥത്തോടെ ഒരു കാര്യം പറയാൻ കഴിയും. സ്നേഹാലയം എന്ന വാക്കിന് 100% കൂറ് പുലർത്തുന്ന, നീതി പുലർത്തുന്ന, അതുപോലെ തന്നെ ക്രിസ്തുവിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം പകർത്തിക്കൊണ്ട് ബ്രദർ ജോസഫ് ക്രാസ്ത ഈ പ്രസ്ഥാനത്തെ, സ്നേഹാലയം എന്ന വലിയ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലെ നിരവധി അശരണര്, ആലംബഹീനർ, അതേപോലെ തന്നെ മാനസിക രോഗികൾ, തീരാമാറാ രോഗികൾ, ഇവരൊക്കെ തന്നെ താങ്ങിയെടുത്ത് ജാതി മത ദേശഭേദമില്ലാതെ ഇവിടെ എത്തിച്ചുകൊണ്ട് അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് ആയിരങ്ങൾക്ക് സൗഖ്യം നൽകി അവരെ തിരിച്ച് സ്വന്തം ഭവനത്തിലേക്ക്, സ്വന്തം ദേശത്തിലേക്ക് എത്തിക്കുന്ന മഹത്തായ ഒരു ക്രിസ്തുവിൻ്റെ ആലയമായി ഞാൻ ഇതിനെ കാണുകയാണ്. അങ്ങനെ ഇപ്പോൾ കാണുന്ന ഈ ക്യാമ്പസിൽ മെൻ സെക്ഷനും വിമൻ സെക്ഷനും അതുകൂടാതെ ഓൾഡ് ഏജും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇതിൽ നമ്മുടെ മെൻ സെക്ഷനിൽ 200 ചില്ലറ ആൾക്കാർ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അതേപോലെ വിമനിൽ 74 പേരും
അതേപോലെ ഓൾഡ് ഏജിലും ഇങ്ങനെയായിട്ട് ഒരുപാട് മാനസികമായി തളർന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതെല്ലാം സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഇതിൻ്റെ അണ്ടറിലാണ് നമുക്ക് ലൈസൻസ് ഉള്ളത്. മാനസിക രോഗികളുടെ പുനരധിവാസ കേന്ദ്രമാണ്. അപ്പോൾ ഇവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ ബിൽഡിങ്ങൊക്കെ പണിയണമെങ്കിൽ നമ്മുടെ ലേഡീസ് വിങ് ആണെങ്കിലും അതിന് പിന്നെ ഒരു വർഷം കഴിഞ്ഞപാട് നമ്മുടെ ഇവിടെ വന്ന ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. നമ്മൾ ഈ പുരുഷന്മാരൊക്കെ ഈ തെരുവിൽ കിട്ടുമ്പോൾ കൊണ്ടുവരുമ്പോൾ സ്ത്രീകൾ കൊണ്ടുവരാൻ പറ്റാത്ത അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ ഒരുപാട് പ്രാർത്ഥനയായിരുന്നു, ദൈവമേ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഭവനം വേണം. അപ്പോൾ അന്നേരമാണ് ആരോ ഒരു അഡ്രസ്സ് കൊടുത്ത് IECയുടെ ഇറ്റാലിയൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസ്. അപ്പോൾ അതിന് ബിഷപ്പിൻ്റെ റെക്കമെൻഡേഷൻ വേണം. അപ്പോൾ നമ്മൾ മംഗലാപുരം രൂപത ആയതുകൊണ്ട് മംഗലാപുരത്തെ ബിഷപ്പിനോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ പെട്ടെന്ന് എനിക്ക് ഈ ഒരു പ്രൊജക്റ്റിന് ലേഡീസ് വിങ്ങിന് വേണ്ട ഒരു പ്രൊജക്റ്റിന് ഒരു 3.5 കോടി രൂപയുടെ ഇതിന് റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തു IECക്ക്. അങ്ങനെയാണ് ഇറ്റാലിയൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസിൽ നിന്ന് എനിക്കൊരു 3.5 കോടി രൂപ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഭവനത്തിനായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് സ്ത്രീകൾക്കുള്ള ഒരു ഭവനം പണിയാനുള്ള ദൈവം അതിന് വേണ്ട എല്ലാം സംവിധാനങ്ങൾ ഒരുക്കി തന്നു. അതിനുശേഷം നമുക്കിപ്പോൾ സ്ത്രീകൾ എവിടെ ഉണ്ടെങ്കിലും മാനസികമായി തളർന്ന തെരുവിലുള്ള സ്ത്രീകളെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ പറ്റും, അവരെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും, തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. കൽക്കട്ടയിലെ മദർ തെരേസ തെരുവിലെ കുഷ്ഠരോഗികളെ തൻ്റെ മാറോടണച്ചെങ്കിൽ ഇവിടെ ജോസഫ് തെരുവിലലയുന്ന ഉറ്റവരാലും ഉടയവരാലും ഉപേക്ഷിക്കപ്പെട്ട മാനസിക രോഗികളെ തൻ്റെ മാറോട് ചേർത്ത് നിർത്തി സാന്ത്വനമേകുന്നു, അവർക്ക് അഭയമാകുന്നു. അതാണ് സ്നേഹാലയം, സ്നേഹം പൂക്കുന്നിടം. എൻ്റെ പേര് ജോവേൽ മാത്യു ആണ്. ഞാൻ ഇപ്പോൾ ഒരു ഫൈനൽ ഇയർ LLB സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഈ ഓർഫനേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ലായിരുന്നു. അതായത് എന്തിനാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇത് വേറെ ആൾക്കാർ ആരെങ്കിലും ചെയ്താൽ പോരെ, ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. ലൈക്ക് ഇതൊരു ടോട്ടലി ഡിഫറെൻ്റായ ഒരു കാര്യമാണ്. അതായത് ഡിഫറെൻ്റ് രണ്ട് വേറെ വേറെ ലൈക്ക് വേൾഡാണിത്. അതുകൊണ്ട് എനിക്കൊരു സ്റ്റാർട്ടിങ്ങിൽ ഇതിനെക്കുറിച്ച് ഭയങ്കര നോളജ് ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ഗ്രോ ചെയ്തിട്ട് വരുമ്പോൾ ഇവിടെ വരുന്ന കുറേ ആൾക്കാരായിക്കോട്ടെ, അവരുടെ ഫാമിലീസ് ആയിക്കോട്ടെ, ഓരോരോ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ഇതായിക്കോട്ടെ, ഇതൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഇതിലൂടെ ഒരു താല്പര്യം തോന്നി. അതേപോലെ പിന്നെ അച്ഛൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ കണ്ടിട്ട് എനിക്ക് ഇത് ഇനിയും മുന്നോട്ട് ചെയ്യണം, ഇതും ഇനിയും വലുതായിട്ട് ഇനിയും കൊണ്ടുപോകണം, ഒരുപാട് ആൾക്കാർക്ക് ഇതിനെ കൊണ്ട് ലൈക്ക് ഇനിയും ഗുണമുണ്ടാവണം എല്ലാ ഒരു കോൺസെപ്റ്റിലാണ് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ആശ്രയത്തിൻ്റെ കൂടെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻ്റാണ്. അതുകൊണ്ട് എനിക്കിതിൽ ടോട്ടലായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് ആവുന്ന രീതിയിൽ ഞാൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിലാണ് ഇത് നടക്കുന്നത്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കും അപ്പുറമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. ദൈവഹിതമനുസരിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ 10 മടങ്ങായി തിരിച്ചു നൽകുമെന്ന സത്യം ജോബിൻ്റെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നേഹാലയത്തിനും ജോസഫ് ക്രിസ്റ്റയ്ക്കും ദൈവം കനിഞ്ഞു നൽകിയ നന്മകളും അനുഗ്രഹങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്നും കാണുക. തെരുവിലെ കാരുണ്യത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളുമായി നാളെ ഇതേ സമയം